हरे जय माधव विष्णु अजित हरे जय माधव विष्णु अजमुख देव नादा विजय सारथे साधु द्विजनൊന്നു പറയുന്നു വിജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു. ജയ ഭക്തവത്സല മുക്തി ദായക ചിസ്വരൂപ പുരാണ പുരുഷ കൃഷ്ണ ദാമോദര ജനാർദ്ദന പക്ഷി വാഹന പാഹി മാം ജയ കൃഷ്ണ ദാമോദര ജനാർദ്ദന പക്ഷി വാഹന പാഹി മാം ജയ.
ചോല പോലൊഴുകും ദയാ ക്ഷീരസാഗരം ഒഴുക്കി പേരെഴും ദ്വിജരെ കാത്തു മേവിടും ദയാപരനെ ആദി തീർത്തു ശങ്കരാദികൾക്കുമോദാശ്രയം ഏകും മോദക പ്രിയനേ ദേവാ മോദക പ്രിയനേ ദേവാ ദേവപൂജിത നമസ്തേ ശൈലനന്ദിനി തനയ പാഹി മംഗള കാരണ ഭൂതനാഥ പ്രിയ ദേവ ദേവ വിഘ്നേശ്വര ഹരേ സിദ്ധി ബുദ്ധികൾക്കു പതേ സ്നിഗ്ധമാതം ഗാനനേ സിദ്ധി ബുദ്ധികൾക്കു പതേ സ്നിഗ്ധമാതം ഗാനനേ സിദ്ധി ബുദ്ധികൾക്കു പതേ സ്നിഗ്ധമാതം ഗാനനേ ശക്തിപുത്ര ശ്രേഷ്ഠസൂനോ പുഷ്ടികാന്തനേ പ്രിയനേ ശക്തിപുത്ര ശ്രേഷ്ഠസൂനോ പുഷ്ടികാന്തനേ പ്രിയനേ ബദ്ധമോദമേകി കഷ്ട ദുഷ്ടതയകത്തിടേണം ബദ്ധമോദമേകി കഷ്ട ദുഷ്ടതയകത്തിടേണം ബദ്ധമോദമേകി കഷ്ട ദുഷ്ടതയകറ്റിടേണം ശ്രീഗജാനന നമസ്തേ സിദ്ധിവിനായക ഹരേ ശൈലനന്ദിനി തനയ പാഹി മംഗള കാരണ ഭൂതനാഥ പ്രിയ ദേവാ ദേവ വിഘ്നേശ്വര ഹരേ കരുണാചിവാൻ ഹിന്ദു താമസം കൃഷ്ണ കരുണാചിവാൻ ഹിന്ദു താമസം കൃഷ്ണ കരുണാചിവാൻ ഹിന്ദു
വരുവാൻ എന്തോ ദാസം കൃഷ്ണ കഴലീണ തൊഴുന്നേ കഴലീണ കൈ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഇഷ്ടവരദാനം ചെയ്തു ചെമ്മേ ശരണാഗതന്മാർ ഇഷ്ടവരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂർ പുരം തന്നെ ശ്രീ ഗുരുവായൂർ പുരം തന്നെ ശ്രീ ഗുരുവായൂർ പുരം തന്നെ മധുമഖില ദുരിതഹരണ ഭഗവൻ ഗുരുവായൂർ പുരം തന്നെ മധുവും അഖില ദുരിതഹരണ ഭഗവൻ
വിളിച്ചാലും പാരത്തിങ്ങീന മോദം കൃഷ്ണ പാരത്തിങ്ങീന മോദം പരമപുരുഷൻ അഖരൂപേദമേ പാരത്തിങ്ങീന മോദം പരമപുരുഷൻ അഖലുവേദമേതും കരുണ ചെയ്യുവാൻ ഇന്തു താമസം കൃഷ്ണ കഴരീണ കൈ തൊഴുന്നേ ആ ഉത്തര ഭവസിന്ധൗ ദുരിത സഞ്ജയമാവും ഉരുത്തര ഭവസിന്ധൗ ദുരിത സഞ്ജയമാവും തിരതന്യ മുഴുകുന്ന നരതീക്കവരംബം തിരതന്യ മുഴുകുന്ന നരതീക്കവരംബം മരതക മണിവർണ്ണൻ മരതക മണിവർണ്ണൻ ഹരി തന്നെ ഇന്നു തവ മരതക മണിവർണ്ണൻ ഹരി തന്നെ ഇന്നു തവ മരതക മണിവർണ്ണൻ ഹരി തന്നെ ഇന്നു തവ ചരിത വർണ്ണനങ്ങളിൽ സകല മുനികൾ പർവതറിവൻ അധുനാ ചരിത വർണ്ണനങ്ങളിൽ സകല മുനികൾ പർവതറിവൻ അധുനാ കരുണ ചെയ്യുവാൻ ഹിന്ദു താമസം കൃഷ്ണ കഴരീണ കൈ തൊഴുന്നേ കൃഷ്ണ
ഹാരം സുജന സംഗമ സുലഭമദനു നിയതം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന കൃഷ്ണാർപ്പണത്തിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. 2025 മെയ് 9, 10 തീയതികളിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നാം ഇത് ആഘോഷിക്കുകയാണ്. ശ്രീ കലാമണ്ഡലം കുട്ടികൃഷ്ണൻ, ശ്രീമതി നരിയമ്പാടത്ത് ദേവകിയമ്മയുടെയും യശശരീരനായ നരിയമ്പാടത്ത് ശ്രീ ഉണ്ണിഗുപ്തൻ്റെയും മകനായി 1965 കടമ്പഴിപ്പുറത്ത് ജനിച്ചു. ശ്രീകൃഷ്ണപുരം നെടുമ്പള്ളി മനയിലെ കലാകേന്ദ്രത്തിൽ കഥകളി പഠനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം തുടർന്ന് കേരള കലാമണ്ഡലത്തിൽ പോസ്റ്റ് ഡിപ്ലോമയടക്കം 8 വർഷം അധ്യയനം ചെയ്യുകയുണ്ടായി. പ്രഗത്ഭരായ ഗുരുനാഥന്മാരായ ശ്രീ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി, ശ്രീ കലാമണ്ഡലം വാസുപിഷാരടി, ശ്രീ കലാമണ്ഡലം MPS നമ്പൂതിരി, ശ്രീ നരിപ്പറ്റ് നാരായണൻ നമ്പൂതിരി, ശ്രീ കല്ലുവഴി വാസു, ശ്രീ കലാനിലയം ബാലകൃഷ്ണൻ, ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നിവരുടെ കീഴിലെ പഠനം കുട്ടികൃഷ്ണാശാന്റെ കഥകളിയിലെ പച്ച, കത്തി, മിനുക്ക് എന്നീ വേഷങ്ങൾ ഔചിത്യത്തോടെയും ഔന്നത്യത്തോടെയും വളരെ വിദഗ്ധമായി കാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തെ പ്രാപ്തനാക്കി. 100-ലധികം ശിഷ്യസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപന രംഗം. കഥകളിയിലും അരങ്ങിലും ഒരുപോലെ ശോഭിക്കുന്ന ഇദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ജൂനിയർ സീനിയർ ഫെലോഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം അരങ്ങുകളിൽ അദ്ദേഹം കഥകളി അവതരിപ്പിച്ചു വരുന്നു. കലാമണ്ഡലം കുട്ടികൃഷ്ണാശാൻ്റെ ഭാര്യ ശ്രീമതി ജയശ്രീ, അദ്ദേഹത്തിന് 2 മക്കളാണ്, ശ്രീമതി കീർത്തന, ശ്രീ കൃഷ്ണകിരൺ. ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്ന ആശാന് ആയുരാരോഗ്യ സൗഖ്യങ്ങളും മംഗളങ്ങളും നേരുന്നു. കുട്ടികൃഷ്ണാശാൻ്റെ ശിഷ്യരും അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന ഈ കൃഷ്ണാർപ്പണത്തിൽ ആദ്യമായി ഉദ്ഘാടന സമ്മേളനമാണ്. ആദ്യം പ്രാർത്ഥന. രാവണൻ പത്താമത്തെ ശിരസ്സും സ്വയം വെട്ടാൻ രാവുണ്ണിമേനോനിൽ വന്നുത്ഭവിപ്പതു നോക്കി കർമ്മസാക്ഷിയാം ദേവൻ മറഞ്ഞു മുഖം മങ്ങും കിർമീരവധത്തിലെ ധർമ്മപുത്രരെ നോക്കി. ഉണ്ടായ കിടാങ്ങളിലൊന്നുമേ ശേഷിക്കാത്തൊരിണ്ടലാൽ അടിയുന്നൊരന്തണേന്ദ്രനെ നോക്കി കല്യാണ സൗഗന്ധിക പുഷ്പമോ ഹൃദയത്തിൽ കത്തിയ തീയോ ഹന്ത കൈക്കുടന്നയിലേന്തി കൗരവ സദസ്സിൽ വെച്ചഴിഞ്ഞ തലമുടി പാറുന്ന പാഞ്ചാലിയെ കണ്ട ഭീമനെ നോക്കി തിരിയാവുക കത്തിത്തീരുക വീണ്ടും തിരിതെരച്ചു കത്തിക്കുക സുഖമിദ്ദഹനം മേ വാർത്തെടുത്തതു കളിവിളക്കല്ലല്ലോ തറവാട്ടിലെ കരുവിൽ ഞാൻ ഉരുകിപ്പകരുമ്പോൾ ഇച്ചെണ്ടക്കിരുതല പകലും രാവും ഞാനിതുച്ചത്തിൽ കൊട്ടുമ്പോഴിൽ ഒച്ചയാവുന്നു ചെണ്ട. എത്രമേലുയർന്നുയർന്നൊച്ച വെച്ചാലും ശബ്ദം തത്ര വീണടിയുന്നു സുഖമിപ്പതനം മേ. തോലറയ്ക്കകത്തൊരു പടുകൊട്ടിതു ഞാനിൻ തോളിലിട്ടോരു പൂരപ്പറമ്പിൽ ചെല്ലുമ്പോഴും ശബ്ദത്തിനർത്ഥം ശബ്ദം അക്ഷരാവലിയായ നക്ഷത്രങ്ങളിലുണ്ടോ കൂട്ടി വായിക്കാനർത്ഥം.
അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള ആരാധ്യരായ സുഹൃത്തുക്കളെ, ഇന്ന് നവരസം കൾച്ചറൽ ട്രസ്റ്റ് ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് അതിൻ്റെ 13ാം വാർഷികത്തിൻ്റെ നല്ലൊരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ചാരിതാർത്ഥ്യമുള്ളൊരു സന്ദർഭം കൂടിയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുകാർക്കും ഏറ്റവും അനുഭവവേദ്യമാവുന്ന ഒരു സദസ്സിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഒരേ ആശാൻ്റെ കീഴിലുള്ള 60 ശിഷ്യഗണങ്ങൾ ചേർന്നുകൊണ്ട് ഒരു കഥകളി മാമാങ്കം എന്ന് തന്നെ പറയാം, അത് ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു അത്ഭുതത്തിൻ്റെ രംഗമായി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളോട് ഒരുപാട് പേർ ഞങ്ങളോട് ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 13ാം വർഷത്തിന് തൊട്ട് മുൻപുള്ള 2-3 സന്ദർഭങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നളചരിതോത്സവം എന്നൊരു പരിപാടി ഒറ്റ ദിവസം കൊണ്ട് നളചരിതത്തിലെ 4 കഥകളും ഈ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ കലാഭവൻ ഓഡിറ്റോറിയത്തിൽ അതിമനോഹരമായി അവരുടെ ശിഷ്യഗണങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചതാണ്. തുടർന്ന് ഞങ്ങൾ ഇതുപോലെ തന്നെ കൃഷ്ണായനം എന്ന പരിപാടി, കൃഷ്ണകഥകൾ, വ്യത്യസ്ത കഥകളിൽ കൃഷ്ണവേഷം വരുന്ന ഭാഗമാണ് അവതരിപ്പിച്ചുകൊണ്ട് അത് മനോഹരമാക്കി. പിന്നീട് അടുത്താണ് രാമായണം കഥ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു നല്ല യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അഭ്യുദയകാംക്ഷികളായ ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് തോളോട് തോൾ നിന്ന് സഹകരിച്ച ഒരു സന്തോഷം കൂടി പങ്കിട്ടുകൊണ്ടാണ് ഇന്ന് എൻ്റെ വാക്കുകൾ ഞാൻ ആരംഭിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഒരു പരിപാടി അവസാനിക്കുന്ന ഉടനെ തന്നെ 60 കലാകാരന്മാർ ഈ വേദിയിൽ അണിനിരക്കാൻ പോവുകയാണ്. കഥകളിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പച്ച, താടി, മിനുക്ക് തുടങ്ങി എല്ലാ വേഷങ്ങളും അനുഭവവേദ്യമായ കാണാനുള്ളൊരു സന്ദർഭം കൂടി ഈ വേദി സാക്ഷ്യമാക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഓരോ സുഹൃത്തുക്കളെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് ഞങ്ങളുടെ ഈ കഥകളി ട്രസ്റ്റിൻ്റെ തന്നെ രക്ഷാധികാരിയും നമുക്ക് ഏവർക്കും പ്രിയങ്കരനുമായിട്ടുള്ള, പ്രത്യേക അഡ്രസ്സ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും പരിചിതനുമായിട്ടുള്ള ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി മാസ്റ്ററാണ്. സാറിനെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഏവർക്കും പ്രിയങ്കരനായ, ഏറ്റവും ജനകീയനായിട്ടുള്ള നമ്മുടെ MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അവർകളാണ്. അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ കായിക പരിപാടിയാണ് സമൂഹത്തിൻ്റെ ലഹരിയായി മാറേണ്ടത് എന്ന്, ചെറുപ്പത്തിൻ്റെ ലഹരിയാവേണ്ടത് എന്ന ഒരു വിളംബര പരിപാടി അറ്റൻഡ് ചെയ്ത ശേഷം ഇപ്പോൾ അമ്പലപ്പാറ കടന്നിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തും. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ നടത്തിപ്പുകാർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏതാനും നിമിഷത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തുന്നതാണ്. ഇവിടെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുന്ന അതിശ്രേഷ്ഠന്മാരായിട്ടുള്ള സുഹൃത്തുക്കളെ കൂടി നിങ്ങൾക്ക് കാണാം. അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ളത് ശ്രീ നെടുമ്പള്ളി അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പ്രത്യേകം അറിയാം. ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം കണ്ട് മനസ്സിലാക്കിയ ഒരു മഹത് പ്രതിഭ കൂടിയാണ്. മാത്രമല്ല ഞാനും കുട്ടികൃഷ്ണൻ ഒന്നിച്ച് പഠിച്ചത് കൂടിയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്ത് എന്ന നിലയ്ക്ക് കുട്ടികൃഷ്ണനെ ഇത്തരമൊരു വേദിയിലേക്ക് രംഗപ്രവേശം ചെയ്യിക്കുന്നതിന് വേണ്ടി വളരെ തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് ശ്രീ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തെ ആ ഒരു വയോധികനായ ആദരണീയനായ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏവർക്കും വേണ്ടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൃഷ്ണൻ്റെ ഗുരുനാഥനും കൂടിയാണ്. മാത്രമല്ല നമ്മുടെ കലകളുടെ പ്രശസ്ത കേന്ദ്രമായ കലാമണ്ഡലത്തിൻ്റെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള അദ്ദേഹം
രാവിലെ മുതൽ തന്നെ തൻ്റെ ശിഷ്യൻ്റെ ഈ പ്രവൃത്തി പദത്തെ കണ്ടറിയാനും അതിനോടൊപ്പം തൊട്ട് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് വളരെ സന്തോഷത്തോടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എല്ലാവിധ ആദരവോടുകൂടിയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുരു കൂടിയായിട്ടുള്ള കലാനിലയം ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കൂടി ശിഷ്യനാണ് കലാമണ്ഡലം കുട്ടികൃഷ്ണൻ. അദ്ദേഹവും ഈ വേദിയെ ധന്യമാക്കുന്ന ആ ഗുരുപാദത്തെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഏവർക്കും വേണ്ടി സവിനയം സ്വാഗതം ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ പ്രത്യേക മുഖവുരയൊന്നും ഇല്ലാതെ തന്നെ അറിയുന്ന മഹാപ്രതിഭയായ ഒരു സുഹൃത്തു കൂടിയാണ് ശ്രീ KB രാജാനന്ദ്. അദ്ദേഹത്തിന് മുന്നിൽ എൻ്റെ ഒന്നുമല്ല, അത്ര മനോഹരമായി ഏത് ഭാഷ വേണമെങ്കിലും, പ്രത്യേകിച്ച് കഥകളിയുടെ ആ രംഗവിസ്മയങ്ങൾ അതിമനോഹരമായി നിങ്ങൾക്ക് വർണ്ണത്തോടു കൂടി പറഞ്ഞു തരാൻ ഇനി ഇതിനേക്കാൾ പറ്റുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. കേരള കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തക സമിതി അംഗമായി പ്രവർത്തിക്കുന്ന നമ്മുടെ അടുത്ത പ്രദേശത്തുകാരൻ, വെള്ളിനേഴ് പ്രദേശത്തുകാരൻ കൂടിയായിട്ടുള്ള എൻ്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ട സുഹൃത്തും കൂടിയായിട്ടുള്ള ശ്രീ KB രാജാനന്ദ് അവർകളെ ഈ വേദിയിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ രണ്ട് പ്രമുഖ സുഹൃത്തുക്കൾ ഈ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമമാതാവായിട്ടുള്ള ശ്രീമതി C രാജികയാണ്. രാജിക അവരോട് ഞങ്ങൾ അന്ന് വളരെ മുമ്പ് തന്നെ പറഞ്ഞപ്പോൾ എന്ത് തിരക്ക് വന്നാലും മാഷ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരിക്കുമെന്ന് പറയുകയും വളരെ നേരത്തെ തന്നെ തൻ്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തിട്ടുള്ള ശ്രീമതി രാജികയെ എല്ലാവിധ സന്തോഷത്തോടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഏത് പരിപാടിയിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് M സുകുമാരൻ. അദ്ദേഹം അങ്ങനെ പറയാനാണ് ഞങ്ങൾക്ക് സുഖേട്ടെന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടം. ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെയാണ്, എങ്കിലും ഈ പ്രദേശത്ത് എല്ലാ പരിപാടികളിലും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നടപടിക്രമങ്ങൾ ചെയ്തു തരുന്നതിന് കൂടി സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ M സുകുമാരൻ അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കുന്ന ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ, അതിനേക്കാളുപരി ഞങ്ങളുടെ രക്ഷാധികാരി, അതിനേക്കാളുപരി കേരളം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ശ്രീ KC നാരായണൻ സാർ അവർകളാണ്. സാറിൻ്റെ പ്രത്യേക മുഖവുരയൊന്നും വേണ്ട, അദ്ദേഹത്തെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഞങ്ങളോടൊപ്പം തോളോട് തോൾ നിന്ന് വളരെ അധികം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി പറയാതെ അറിയാലോ, ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ കാരണഭൂതനായിട്ടുള്ള ശ്രീ കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാനും കുട്ടികൃഷ്ണനും 3 കൊല്ലം ഒന്നിച്ച് ഒരേ സ്കൂളിൽ അടുത്തടുത്ത് ഇരുന്ന് പഠിച്ചു വന്ന ബന്ധം കൂടിയുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികൃഷ്ണൻ ആശാൻ. ഞാൻ പറയാറില്ല ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട്, പക്ഷേ ഈ പ്രദേശത്ത് ഈ കൂടിയ ഒരുപാട് അംഗങ്ങളുടെ ആശാൻ കൂടിയായിട്ടുള്ള ഈ പരിപാടിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ശ്രീ കുട്ടികൃഷ്ണനെ എല്ലാവിധ ആദരവോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ട്രഷറർ, നവരസം ട്രസ്റ്റിൻ്റെ ട്രഷറായി പ്രവർത്തിക്കുന്ന ശ്രീ ജിതേഷാണ് ഈ പരിപാടി ഈ ഉദ്ഘാടന പരിപാടിക്ക് നന്ദി പറയുന്നത് ജിതേഷിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനേക്കാൾ ഉപരി ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തുകാർ, ഇതിൻ്റെ അഭ്യുദയകാംക്ഷികൾ, ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, വളരെ ദൂരത്തു നിന്ന് വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഈ അഭ്യുദയം വളരെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആകർഷണീയമാണ്. ഇത്തരം തരുന്ന ഈ പിൻബലം കൂടിയാണ്, നിങ്ങൾ തരുന്ന ഓരോ കൈയടികളും ആ കൈപ്പൊക്കലുകളുമാണ് ഞങ്ങൾക്ക് ഈ നവരത്ന ട്രസ്റ്റിനെ മുന്നോട്ട് വളരെ സന്തോഷപൂർവ്വം നയിക്കപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് ശ്രീകൃഷ്ണപുരം കൃഷ്ണകുട്ടി മാസ്റ്ററെ സാദരം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരും
ഉള്ളവരുമായ മഹത്തുക്കളെ, സുഹൃത്തുക്കളെ, കുട്ടികൃഷ്ണനാശാൻ്റെ 60ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഒരധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു അധ്യാപകനാണ്, ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ശിഷ്യന്മാരെ കാണുന്നതും അവരുമായിട്ട് സമ്പർക്കം സ്ഥാപിക്കുന്നതുമാണ്. ഇന്ന് വർത്തമാനകാലത്ത് ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ വല്ലാത്ത അയവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളൊക്കെ കഴിഞ്ഞു പോയൊരു കാലത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് അതിപ്പോഴും നഷ്ടപ്പെട്ടില്ല. ഇപ്പോഴും എവിടെയെങ്കിലും കാണുമ്പോൾ മാഷേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് മറക്കാൻ വയ്യാത്തതാണ്. അധ്യാപനത്തിലുള്ള ഞങ്ങളുടെയൊക്കെ കാലത്ത് അത്രയൊക്കെയാണ് ഈ അധ്യാപനത്തിൻ്റെ മഹത്വം. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ശമ്പളത്തിനൊക്കെ വലിയ മാറ്റം വന്ന കാലമാണ്. അന്നൊക്കെ വളരെ കുറഞ്ഞ ശമ്പളമൊക്കെയുള്ള കാലത്ത് ഇതിനു വേണ്ടി ഇത് ചെയ്ത ഒരു ഓർമ്മ നിലനിർത്തുന്നത് ഈ ഗുരുശിഷ്യ ബന്ധമാണ്. അതിനേക്കാൾ ഇവിടെ ഇപ്പോൾ ആശാൻ്റെ 60ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എവിടുന്നൊക്കെയോ ലോകത്തിൻ്റെ അമേരിക്കയിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, അങ്ങനെ പല യൂറോപ്പിൽ നിന്നൊക്കെ ശിഷ്യന്മാരിവിടെ പറഞ്ഞെത്തിയിരിക്കുകയാണ്. ഈ അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുക എന്നുള്ള വേഗ ലക്ഷ്യത്തോടു കൂടി അവരൊക്കെ വലിയ ഇതിനു വേണ്ടി ചെലവ് കൂടി ചെയ്തിട്ടാണ് അവരിവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത് വല്ലാത്ത അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഏതായാലും കഥകളി എന്ന് പറയുന്ന ഈ ലോകോത്തരമായിട്ടുള്ള ഈ രൂപം ഒരുപക്ഷെ കേരളീയരേക്കാൾ, ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ പാശ്ചാത്യർക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു നൃത്തരൂപമാണ് ഈ കഥകളി. നമ്മളിപ്പോഴും പലർക്കും ഈ കഥകളി ഒരു മനസ്സിലാവാത്ത കാര്യമാണ്. പക്ഷേ അമേരിക്കയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, യൂറോപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മുണ്ടൊക്കെ ഉടുത്തിട്ട് ഞങ്ങളൊക്കെ പണ്ട് പോയിരുന്ന കാലത്ത് ഈ കസേരയൊന്നും ഇല്ലിരിക്കാൻ ഒക്കെ ഇരുന്ന് ഈ കല്ലുമ്പിലിരിക്കുക. ആ കല്ലുമ്പിലിരിക്കാൻ ഞങ്ങളൊപ്പം ഇരുന്നിരുന്ന അവരെക്കുറിച്ച് എത്ര ബഹുമാനത്തോടു കൂടിയാണ് നമുക്ക് പറയേണ്ടി വരിക എന്നറിയില്ല. ഏതായാലും ഈ ആശാൻ്റെ ഇത്രയും ശിഷ്യന്മാർ, 100ഓളം ശിഷ്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 60 പേര് പങ്കെടുക്കുന്ന ഒരു പുറപ്പാട് മേള. ഇപ്പം എങ്ങനെയാണ് മേളകളുടെ കാലമാണ്, പുറപ്പാട് മേള. കാരണം നമ്മളിപ്പോൾ കണ്ടത് മാക്സിമം ഒരു 10 പേരുള്ള പുറപ്പാടാണ്, അതും പച്ചവേഷങ്ങളുടെ ഒരു പുറപ്പാടാണ്, മിനുക്കും പച്ചയും. പക്ഷെ ഇത് വ്യത്യസ്തമായ വേഷങ്ങളോടുകൂടിയുള്ള ഒരു ദൃശ്യ വിരുന്ന് ഒരുക്കുന്ന ഒരു മഹാകാഴ്ചയായിട്ട് ശ്രീകൃഷ്ണപുരത്തുകാർക്ക് ഇങ്ങനെയൊരു ഇത് ഉണ്ടാവാൻ കുട്ടികൃഷ്ണൻ കാരണക്കാരനായി എന്നുള്ള സന്തോഷമാണ്. ജനിച്ചത് കടമ്പഴിപ്പുറത്താണെങ്കിലും അദ്ദേഹം പഠിച്ചു തുടങ്ങിയതും പഠിപ്പിച്ച് വരുന്നതുമൊക്കെ ശ്രീകൃഷ്ണപുരത്താണ്. അത് ശ്രീകൃഷ്ണപുരത്തിൻ്റെ മഹത്തായ നേട്ടമായി മാറിയിരിക്കുന്നു. നമുക്കിതിൽ പങ്കുചേരാനുള്ള വലിയ ഭാഗ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏതായാലും കഥകളി ഞാൻ പറയും, ശ്രീകൃഷ്ണപുരത്ത് ഞാൻ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാനും കൂടി കുട്ടിയായിരുന്നെങ്കിൽ ഞാനും കഥകളി പഠിക്കുമായിരുന്നു എന്ന്. ശ്രീകൃഷ്ണപുരത്ത് കഥകളി പഠിക്കാത്ത വളരെ കുറച്ച് പേരേ ഉള്ളൂ. പാട്ട് പാടാത്ത കഥകളി പാട്ടുകാർ, കഥകളി കൊട്ടുകാരധികമില്ല. പാട്ടുകാർ, അഭിനേതാക്കൾ ഒക്കെ അതും പെൺകുട്ടികളാണ് അധികം. കുട്ടികൃഷ്ണനാശാൻ്റെ ശിഷ്യന്മാരിലും ശിഷ്യന്മാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഒരു ഇതിലേക്ക് മഹത്തായ സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു പ്രദേശമായിട്ട് ശ്രീകൃഷ്ണപുരം മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരും പാട്ടുകാരും എല്ലാവരും നിറഞ്ഞ ഒരു പ്രദേശമായിട്ട് ഇതിന് ഇനിയും തുടരാൻ, കഥകളിയുടെ ഒരു സ്രോതസ്സായിട്ട് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഉദ്ഘാടനത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ സാർ ഉടനെ എത്തിച്ചേരുന്നതാണ്. അതിനു മുൻപായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി കുട്ടികൃഷ്ണാശാൻ്റെ ഗുരുതുല്യനായ ശ്രീ നെടുമ്പള്ളി അഷ്ടമൂർത്തി നമ്പൂതിരി അവർകളെ ക്ഷണിക്കുന്നു. ിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സുകാരെ, കുട്ടികൃഷ്ണനെ പറ്റി ഇപ്പോൾ ഇവിടെ 3-4 ആളുകൾ ധാരാളമായി പറഞ്ഞിരുന്നു. എനിക്ക് പറയാനുള്ളത്, കുട്ടികൃഷ്ണൻ എന്ന കലാകാരനാവും ആ വിത്ത് പാവി മുളപ്പിച്ചത് ഞാനാണെന്ന് പറയാമുണ്ടെങ്കിൽ. കാരണം അന്ന് കുട്ടികൃഷ്ണൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മക്കളും ഇവിടെ പഠിച്ചിരുന്നു. അപ്പോൾ കുട്ടികൃഷ്ണനും കഥകളി പഠിക്കുന്ന മോഹമുണ്ടായി. എന്നോട് പറഞ്ഞു, കുട്ടികൃഷ്ണൻ്റെ അച്ഛനും കൂടി എന്നോട് പറഞ്ഞു,
കുട്ടികൃഷ്ണനെ കലാമണ്ഡലത്തിൽ ചേർത്താൽ തിരക്കടില്ലാന്ന്. ഞാൻ പറഞ്ഞു അയ്യോ കലാമണ്ഡലം ഇത്ര വലിയൊരു ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് ചോദിച്ചു. എങ്കിലും കാരണം എനിക്ക് കലാമണ്ഡലത്തിൽ എല്ലാവരും അറിയാം, പക്ഷെ എന്നെ ആരും അറിയില്ല. കലാമണ്ഡലത്തിൽ 2 ആളെ അറിഞ്ഞിരുന്നു. ഒന്ന് യശസ്വരീനായ കലാമണ്ഡലം വാസുപ്രസാദ് വേണ്ടി, മറ്റത് ഇപ്പോൾ 84ലേക്ക് കിടക്കുന്ന കലാമണ്ഡലം സുബ്രഹ്മണ്യ നമ്പൂരി. ഇവർ 2 ആളെ മാത്രമേ അറിയുള്ളൂ. പക്ഷേ അവർ ഈ കമ്മിറ്റിയിലുണ്ടെന്ന് അറിയില്ല. പിന്നെയാണ് മനസ്സിലായത് എന്താണ് രാമകുട്ടിയാശാനാണ് ആ കമ്മിറ്റിയിലുള്ളതെന്ന്. അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. ഇവിടെ ജ്ഞാനാകർഷിച്ചൊരു കഥകളി ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനാണ് ഇവന് കഥകളി കലാമണ്ഡലത്തിൽ ചേർന്നതിൻ്റെ മോഹമുണ്ട്. അത് എന്നെ പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഓ അപ്പോഴേക്കും അവന് അപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നു. അവിടെ ഇത് വന്നിട്ട് അപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നു. അവർ റെക്കോർഡ് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു. എന്നതിന് ശേഷമാണ് ഞാൻ രാമകുട്ടിയാശാനെ കണ്ടത്. അപ്പോൾ രാമകുട്ടിയാശനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ആരാ ചോദിച്ചു. ഞാൻ ഈ കുട്ടികൃഷ്ണൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് പറഞ്ഞു. ഓ എവിടെ കുട്ടികൃഷ്ണൻ എവിടെ ചോദിച്ചു. ഒന്ന് വിളിക്കുമോ കുട്ടികൃഷ്ണനെ നോക്കി ആപ്ലിക്കേഷൻ നോക്കി നോക്കാം എന്ന് പറഞ്ഞു. നോക്കാം വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികൃഷ്ണനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ഞാൻ കൊണ്ടുപോയി. എന്താ ഇൻ്റർവ്യൂ ഉണ്ട് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അറിഞ്ഞു അവർ കുട്ടികൃഷ്ണനെ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ എൻ്റെ ഒരു ദൗത്യം അവസാനിപ്പിച്ചു എന്ന് പറയാം. പിന്നെ അവിടെ അങ്ങോട്ട് കുട്ടികൃഷ്ണൻ വളർന്ന് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും എല്ലാം പോയി വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കഥകളി ഞാൻ ആശാനെന്ന് എനിക്ക് പറയാൻ പാടില്ല. ആശാനാണ് അങ്ങനെ ആയി തീർന്നിട്ടില്ല. ഇപ്പോൾ ഇതുവരെ 10-60 ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സമ്പത്താണത്. സമ്പത്തിനെക്കാട്ടിലും ബഹുമാനത്തിനെക്കാട്ടിലും ഇത്ര വലിയൊരു ശിഷ്യസമ്പത്തിനെ സമ്പാദിക്കുക എന്നുള്ളത് വളരെ നല്ലൊരിതാണ്. അങ്ങനെ കുട്ടികൃഷ്ണൻ വലുതായി പോയി ഇതുവരെ എത്തി. എനിക്ക് കഥകളി ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാൻ അറിയില്ല. എങ്കിലും എന്താ പറയുക, കുട്ടികൃഷ്ണൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയാത്ത കഥകളി വേഷത്തിനെ പറ്റി ഒന്നും അറിയാത്ത എനിക്ക് തോന്നിയത് നൃത്തം ഗംഗേമമാണ്, അഭിനയമതിശം, ഭാവം ഒന്നാന്തരം, കണ്ണോർത്താൽ അന്യാദൃശം തൻ പല രസവും മാറി സ്ഫുരിക്കും. പിന്നെന്താ അത്രേ ഓർമ്മയുള്ളൂ. പിന്നെ ഓർമ്മയില്ലാത്രേ ഉള്ളൂ. അതാണ് തത്വം ശ്രീ ചേർന്ന നെയ്യുണ്ട് അഴകിന് കുറവിൽ ലേവം ഓർക്കുന്നതായാൽ കുട്ടികൃഷ്ണനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടികൃഷ്ണനെ പറ്റിയിട്ട് എനിക്ക് എൻ്റെ വേഷത്തിനെ പറ്റിയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എങ്ങനെയായാലും കുട്ടികൃഷ്ണൻ ഈ ദിനത്തിൽ ഞാൻ എന്താ പറയുക ദാനം ചെയ്യുന്നു മുത്തൻ മണമുലകിൽ ഇളം കാറ്റു നേരുന്നു മേന്മേൽ ഞാനും ചേർന്നു എനിക്ക് ദൃഢതരമാം ആയുരാരോഗ്യ സൗഖ്യം. പിന്നെ ഷഷ്ടിപൂർത്തി സദയം കഴിഞ്ഞു സന്തുഷ്ടിയോടെ ഇനിയും ചിരൻ ഭവാൻ ഇഷ്ടരൊത്തുകളി ആസ്വദിക്കുവാൻ അഷ്ടമൂർത്തി തുണയേ ഇടട്ടതേ. നമസ്കാരം. അനുഗ്രഹ പ്രഭാഷണത്തിനായി അടുത്തതായി കലാമണ്ഡലം ശ്രീ ബാലസുബ്രഹ്മണ്യാശാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കുട്ടികൃഷ്ണൻ്റെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ആദ്യത്തെ സദസ്സിൽ പങ്കെടുക്കാനും കുട്ടികൃഷ്ണനെ അനുഗ്രഹിക്കാനും സാധിച്ചതിൽ വളരെ ഭാഗ്യമാണ്. ഞാൻ കലാമണ്ഡലത്തിലെ അധ്യാപകനായിരിക്കുന്ന കാലത്താണ് കുട്ടികൃഷ്ണൻ പഠിക്കാൻ ചേർന്ന് 3 കൊല്ലത്തോളം കാലം എൻ്റെ കളരി പഠിച്ചു. പിന്നെ വലിയ ആശാന്മാരുടെ അടുത്ത് കൂടെ പഠിച്ചു പോയി. കുട്ടികൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വിനയമുള്ള ഒരു വിദ്യാർത്ഥി മറ്റാരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമില്ല എന്ന് തന്നെ പറയാം, സംശയമില്ല. അത് ഇന്ന ആശാൻ എന്നുള്ളതോ എൻ്റെ ആശാൻ എന്നുള്ളതോ ഒന്നുമില്ല. എല്ലാവരോടും വിനയത്തോടു കൂടി പെരുമാറുന്ന ഏക ഒരു വിദ്യാർത്ഥിയാണ് കുട്ടികൃഷ്ണൻ. പിന്നെ കുട്ടികൃഷ്ണൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയും കുട്ടികൃഷ്ണൻ്റെ അടുത്ത് നിന്ന്
പഠിക്കണ്ട എന്ന് വെച്ചിട്ടില്ല. അത്രയും കുട്ടികളുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാനുള്ളതായ കഴിവുകൾ ഞാൻ പറയാം. കലാമണ്ഡലം പത്മനാഭൻ നാരാശാൻ്റെ പിൻഗാമിയാണ് കുട്ടികൃഷ്ണൻ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം ബുദ്ധിയുള്ള കുട്ടികൾ, ബുദ്ധി കുറഞ്ഞ കുട്ടികൾ, പ്രായം കൂടിയ കുട്ടികൾ, അങ്ങനെയുള്ള വ്യത്യസ്തമായ കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരുടെ മനോഭാവത്തിനെ അറിഞ്ഞുകൊണ്ട് ഒട്ടും ഈ കഥകളി എന്ന കല ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിച്ചിട്ട് പഠിപ്പിച്ചിട്ട് കൊണ്ടുവരാനുള്ള കഴിവ് കുട്ടികൃഷ്ണനുള്ള ഏറ്റവും വലിയ യോഗ്യതയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ ഷഷ്ടിപൂർത്തി ദിവസം 60 വിദ്യാർത്ഥികളുടെ പരിപാടി നിങ്ങൾ കാണാൻ പോകുന്നത്. ചരിത്ര ലിപിയിൽ എഴുതി വയ്ക്കേണ്ടതായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏഷ്യാഡിൽ കലാമണ്ഡലത്തിൻ്റെ നിർദ്ദേശപ്രകാരം പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നാരാശാനെ ചിട്ടപ്പെടുത്തിയിട്ട് ഏഷ്യാഡിൽ നടത്തിയ അഷ്ടകലാശവും അതിനുശേഷം ക്ലാസിക്കലായിട്ട് നടത്താൻ പോകുന്നതായ ഈ പുറപ്പാടും ചരിത്ര ലിപിയിൽ വന്നിരിക്കും എന്നൊരു സംശയമില്ല. കുട്ടികൃഷ്ണൻ്റെ കുടുംബത്തിനും ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ എൻ്റെ എളിയ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. നമസ്കാരം. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി കലാനിലയം ബാലകൃഷ്ണാശാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കലാമണ്ഡലം കുട്ടികൃഷ്ണൻ ആരാണെന്നുള്ളത്, എന്താണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാവുന്നതാണ്. അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു അധ്യാപകനെ സംബന്ധിച്ച്, ഒരു കലാകാരനെ സംബന്ധിച്ച് ഈ സദസ്സും ഈ സ്റ്റേജും എല്ലാം കണ്ടാൽ വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു ദിവസമാണ് ഇന്ന്. കുട്ടികൃഷ്ണൻ ചെയ്തു വെച്ച, സമൂഹത്തിന് കൊടുത്തിട്ടുള്ള, അദ്ദേഹം പ്രദാനം ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക് കഥകളി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ഈ സമൂഹം ഇവിടെ കാണുന്നത്. അദ്ദേഹം ആദ്യമായി പഠിച്ചത് ശ്രീകൃഷ്ണപുരത്തുള്ള നെടുമ്പള്ളി മനക്കിൽ ഈശ്വരമംഗലം അഗ്രശാലയിൽ, ഗണപതി ക്ഷേത്രത്തിൻ്റെ അഗ്രശാലയിൽ വെച്ചിട്ട് ഞാനാണ് ആദ്യം തുടങ്ങി വെച്ചത്. കരിമ്പുഴ അമ്പലത്തിലാണ് അരങ്ങേറ്റം കഴിച്ചത്. അതിന് ശേഷമാണ് കലാമണ്ഡലത്തിൽ പോയി ചേർന്ന് ഇന്നിവിടേക്ക് ഇതുപോലെയുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളും ചെയ്ത് കുട്ടികൃഷ്ണൻ അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ഒരു ഇതിൻ്റെ ആ ചാരിതാർത്ഥ്യമാണ് ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്നത്. അത് സമൂഹം കെട്ടിപ്പടുത്ത് അദ്ദേഹത്തിനെ ഇതുപോലെ എത്തിച്ച, അതുപോലെ തന്നെയാണ് വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് കുട്ടികൃഷ്ണൻ. ആരാണ്, എന്താണ് എന്നുള്ളത്, കുട്ടികൃഷ്ണന് എങ്ങനെയാണ് എന്നുള്ളത്, അവരോട് പെരുമാറേണ്ടത് എന്നുള്ളത് ഞാൻ കാണുന്ന മുതൽ, പഠിപ്പിക്കുന്ന ആ സമയത്തല്ല, അത് കഴിഞ്ഞ കുട്ടികൃഷ്ണനെ ചെറുച്ചിട്ടല്ലാതെ കാണില്ല. അത് ഏറ്റവും വലിയൊരു ജീവിതത്തിലൊരു ഇതാണ്. ആരെ കണ്ടാലും ചെറുക്കുക. അപ്പോൾ തന്നെ എന്ത് വിഷമമുണ്ടെങ്കിലും അത് മറക്കും, നമ്മുടെ മനസ്സൊന്നും പോകും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കുട്ടികൃഷ്ണൻ. അപ്പോൾ ഈ കുട്ടികൃഷ്ണൻ ചെയ്തു വെച്ചിട്ടുള്ള, അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് കഥകളി എന്നുള്ള കലയ്ക്ക് അദ്ദേഹം ചെയ്തു വെച്ച ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ 60-ാം വയസ്സിലെത്തി നിൽക്കുന്ന അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരിതാണ്. 60 പേരുടെ ഇവിടെ നടക്കാൻ പോകുന്ന പുറപ്പാട് എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല ഒരു കാര്യമാണ്. അതുകൊണ്ട് കഥകളിക്ക് അതൊരു വലിയൊരു പ്രചോദനമായി, പ്രചാരമായി, വളരെ എവിടെയും നടക്കാൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പരമാവധി നേരത്തെ പറഞ്ഞ പോലെ പരമാവധി 8 ആൾ 10 ആളൊക്കെ, അതും പച്ചവേഷങ്ങൾ. ഇതല്ല, വിവിധ തരം പച്ച, കത്തി, താടി, മിനുക്ക് എല്ലാത്തിലും പെട്ടുള്ള വേഷങ്ങൾ. അതുപോലെ തന്നെ ആ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും
ഞാൻ അവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെയാണ് വൈകിയ വേളയിൽ ഞാൻ അധികം പറയാതെ നമ്മുടെ MLA ഉദ്ഘാടനത്തിന് റെഡിയായിട്ട് എത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അധികം പറയുന്നില്ല. എന്തായാലും കുട്ടികൃഷ്ണനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബാലസുബ്രഹ്മണ്യാശാൻ, കലാനിലയം ബാലകൃഷ്ണാശാൻ, ശ്രീ കുട്ടികൃഷ്ണാശാൻ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ നാട് ശ്രീകൃഷ്ണപുരം എന്ന ഈ കൊച്ചു ഗ്രാമം അത്ര കൊച്ചല്ല എന്ന് തെളിയിച്ചു കൊണ്ടുള്ള ബഹുജന പങ്കാളിത്തമാണ് കൃഷ്ണാർപ്പണം പരിപാടിയുടെ ഭാഗമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഒരു നാട് കലയെ, അതിലെ വ്യത്യസ്തതകളെ വളരെ വളരെ ആർദ്രതയോടെ സ്വീകരിക്കാൻ വെമ്പി നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. കുട്ടികൃഷ്ണേട്ടൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ഏറ്റവും മികച്ച നിലയിൽ അദ്ദേഹം സമർപ്പിതമായി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കലയെയും കലാരൂപത്തെയും പുതിയ നിലയിൽ നാടിന് വിസ്മയം തീർത്തുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരവസരമൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഘാടകർ ചെയ്തിട്ടുള്ളത്. കഥകളി കേരളം ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ക്ലാസിക്കൽ കലാരൂപമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. പലയിടത്തും നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നത് സർക്കാരുകൾ, വിശേഷിച്ച് ഡൽഹിയിലെല്ലാം നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഘോഷയാത്രയിലെല്ലാം മുഖമായി മുന്നോട്ട് വയ്ക്കുന്നത് കഥകളിയെയാണ്. കഥകളി മലയാളികളുടെ മുദ്രയായി കൂടി, അഭിമാനമായി കൂടി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായും പറയാനും സാധിക്കും. ഉദ്ഘാടന പ്രസംഗം അധികം നീണ്ടുപോകേണ്ടതില്ല എന്ന് കൃത്യമായ സൂചന നൽകിക്കൊണ്ട് പുറപ്പാടിനുള്ളവരെല്ലാം തയ്യാറായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത്ര ആഴത്തിൽ കഥകളിയെ സംബന്ധിച്ച് സംസാരിക്കാൻ അശക്തനുമാണ്. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ, പൊതുപ്രവർത്തനത്തിൻ്റെ എല്ലാം ഭാഗമായി കലയെയും കലാപ്രവർത്തനങ്ങളെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും കാണുകയും അതിൽ പുരോഗമനപരമായ ഒരു തലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനും എളിയ ജനപ്രതിനിധിയുമാണ്. പുരോഗമനപരമെന്ന് ഉദ്ദേശിച്ചത് എല്ലാ നിലയിലും പുരോഗമനമെന്ന് പറയുന്നത് മുന്നോട്ടും മുകളിലോട്ടുമുള്ള യാത്രയാണ്.
പിന്നോട്ടും താഴോട്ടും പിറകിലോട്ടുമുള്ള യാത്രയല്ല. അങ്ങനെ മുന്നോട്ടും മുകളിലോട്ടും ഒരു നാടിനെ വളരെ വളരെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിശ്ചയമായും എല്ലാ കലാരൂപങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. കഥകളിയുടെ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കേവലം ഒരു ദൃശ്യഭംഗിയുടെ മാത്രം തലത്തിലല്ല അത് ആസ്വാദക മനസ്സിലെത്തുന്നത് എന്നതാണ്. അതിന് ഒട്ടനേകം സവിശേഷകരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെയെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമൊക്കെ അത് വിധേയമാകുന്നുണ്ട്. പുതിയ തിരക്കഥയും ഇതിവൃത്തവുമൊക്കെ കഥകളിയും സ്വീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ മേഖലയിൽ ആഴത്തിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥകൾക്കപ്പുറത്ത് വർത്തമാനകാല സംഭവ വികാസങ്ങളെ കൂടി കഥകളിയുടെ പ്രമേയമായി കൊണ്ടുവരാനും അതിലൂടെ ആ കലയെ സമൂഹത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരിലേക്ക് വളരെ വളരെ തന്മയത്വത്തോടുകൂടി എത്തിക്കാനുമെല്ലാമുള്ള പരിശ്രമങ്ങളും പരീക്ഷണങ്ങളും ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. കലാപ്രവർത്തകർക്കെല്ലാമുള്ള നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി കാണുന്ന ഒരു കാര്യം എല്ലാ നല്ലതിനെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാകട്ടെ സ്വാഭാവികമായും ഇവിടെ ഈ കൃഷ്ണാർപ്പണം പരിപാടിയുടെ ഭാഗമായിട്ടും എന്ന് നിശ്ചയമായും ആഗ്രഹിക്കുന്നു. എല്ലാ നിലയിലും നമ്മുടെ നാട് ഒരു കലാകാരനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിൽ വൈവിധ്യപൂർണവും ആവേശകരവുമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കൂട്ടായ്മയും പരിപാടിയുമായി ഇത് മാറുന്നു എന്ന സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. എല്ലാ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഏറ്റവും ഒഴിവാക്കാനാകാത്ത ഭാഗമെന്ന് പറയുന്നത് അതിലെ മാനവികതയാണ്, മനുഷ്യത്വമാണ്. മനുഷ്യനെ അറിയുകയും മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ എല്ലാം ആത്മാവെന്ന് പറയുന്നത്, അഥവാ അതിൻ്റെ സത്ത എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ കലയ്ക്ക്, കലാകാരന് ജാതിയുടെ, മതത്തിൻ്റെ, ദേശത്തിൻ്റെ, ഭാഷയുടെ എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് മുന്നോട്ട് പോകാൻ കഴിയും. കലാമണ്ഡലം ഹൈദരാലി നമുക്ക് കാണിച്ചു തന്നത്, കേരളം അഭിമാനപൂർവ്വം അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ കാണുകയാണ്. ഇഷ്ടമുള്ള കല അഭ്യസിക്കാൻ ഏതു മതത്തിലും ജാതിയിലും പെട്ടവർക്ക് സമർപ്പിതമായി അതിന് മുന്നിട്ടിറങ്ങുന്നവർക്ക് കഴിയേണ്ട ഒരന്തരീക്ഷം നിശ്ചയമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുക്കേണ്ടതുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഇഷ്ടമുള്ളതിനോട്, താല്പര്യമുള്ളതിനോട് സമർപ്പിതമായി ഇടപെട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കലാരൂപത്തോട് ആ നിലയിൽ അതിനെ അറിയാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുന്നവർക്കെല്ലാം സ്വാഭാവികമായും അത് സാധ്യമാക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറട്ടെ, നമ്മുടെ നാട് മാറട്ടെ. പരസ്പര ബഹുമാനത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, അതിലെല്ലാം അപ്പുറത്തുള്ള ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും തലം കല ഉയർത്തിപ്പിടിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കൂടി നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഒരു നല്ല കലാകാരൻ എന്ന് പറയുന്നത് നല്ല മനസ്സിൻ്റെ ഉടമ കൂടിയാണ് എന്ന തിരിച്ചറിവാണ് സ്വാഭാവികമായും നമുക്കുണ്ടാവുക. ഇവിടെ ശ്രീ കുട്ടികൃഷ്ണനെ പോലെയുള്ളവർ പെട്ടെന്ന് ഈ രംഗത്ത് ശോഭിച്ചു വന്നതല്ല. എത്രയോ പ്രയാസകരമായ വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുമ്പോഴും താൻ ഏറ്റവും ചെയ്യണമെന്നാഗ്രഹിക്കുന്ന കഥകളി രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലിനു വേണ്ടി മറ്റെല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയധികം ശിഷ്യന്മാരും അവരുടെ എല്ലാം സ്നേഹവും അദ്ദേഹത്തിന് പിടിച്ചു പറ്റാനായിട്ടുള്ളത് എന്നതുകൂടി ഞാൻ കരുതുന്നു. നിശ്ചയമായും ഈ പരിപാടി നമ്മുടെ നാടിനെ സംബന്ധിച്ച്, കലാലോകത്തെ സംബന്ധിച്ച് ഏറ്റവും വ്യത്യസ്തമാർന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ എല്ലാം ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏവർക്കും ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ശ്രീ കുട്ടികൃഷ്ണന് ഇനിയും ഏറെക്കാലം ഈ മേഖലയിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ, നമ്മുടെ നാടിന്, സമൂഹത്തിന് ഒരു കലാകാരൻ എന്ന നിലയിൽ നല്ല സംഭാവന നൽകാൻ, നമ്മുടെ എല്ലാം മനസ്സിനെ കൂടുതൽ ആർദ്രമാക്കാൻ, മനുഷ്യത്വമുള്ളവരാക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഏറ്റവും മികച്ച പരിപാടി വളരെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രേംകുമാർ സാർ.
അടുത്തതായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി ശ്രീ KB രാജാനന്ദ് സർ, പ്രവർത്തക സമിതി അംഗം, കേരള കലാമണ്ഡലം അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ശ്രീ കുട്ടികൃഷ്ണന് എല്ലാ ഉത്കർഷങ്ങളും നന്മകളും ആശംസിക്കുന്നു. ഈ ഷഷ്ടിപൂർത്തി ആഘോഷ വേളയിൽ ക്രിയയ്ക്ക് കൂടാൻ സാധിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഞാൻ പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും സാധിക്കാത്ത രീതിയിലുള്ളൊരു മനോനിലയിലാണ് നിൽക്കുന്നത്. ഒരു കഥകളി കലാകാരൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷമാണ് നമ്മളിത് കാണുന്നത് എന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ. ഈ കഥകളിയെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും കഥകളിയുടെ ആരോഗ്യപൂർണമായ ആസ്വാദനം ശക്തിപ്പെടുത്തുക എന്നതിനൊക്കെ വേണ്ടി പുഷ്കലമായ ജീവിതകാലം മുഴുവൻ കഥകളിക്ക് വേണ്ടി നീക്കിവെച്ച എന്നെ പോലുള്ള കുറേ പേരുണ്ട്. അതിൽപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് മാത്രം നോക്കുമ്പോൾ ഇതിലധികം സന്തോഷം മനസ്സിൽ നിറച്ച അനവധി സന്ദർഭങ്ങളില്ല. അപ്പോൾ തീർച്ചയായും എങ്ങനെയാണ് ഈ ഒരു കലാകാരൻ ഈ ജനമനസ്സുകളിൽ സ്ഥാനം നേടിയത് എന്നതിന് മറ്റൊരു ദൃഷ്ടാന്തവും വേണ്ട. അദ്ദേഹം ശ്രീ നരിപ്പറ്റയുടെ ശിഷ്യനായി പഠിക്കുന്ന കാലം മുതൽ എനിക്ക് പരിചയമുണ്ട്. അരങ്ങത്ത് ഓരോ വേഷങ്ങളെയും വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കാൻ ആഗ്രഹവുമുണ്ട്. അത് മറ്റൊരവസരത്തിലാവാൻ തീർച്ചയായും ഈ കലാകാരന് എല്ലാ നന്മകളും ഉത്കർഷങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി C രാജിക, പ്രസിഡന്റ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മാഡത്തിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA പ്രേംകുമാർ അവർ, നമ്മുടെ ഗുരു ശ്രേഷ്ഠൻ കുട്ടികൃഷ്ണൻ ആശാൻ, മറ്റു വേദിയിലെ കഥകളി ആചാര്യന്മാരും ഗുരുശ്രേഷ്ഠന്മാരുമാരും എല്ലാവർക്കും ഈ ഒരു ചടങ്ങ് ഇത്രയധികം ധന്യമാക്കി തീർക്കാനും ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഏറ്റവും പ്രൗഢഗംഭീരമായ ദൃശ്യവിരുന്നൊരുക്കിയതിനും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം തന്നതിനും ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇതൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൽ തന്നെ 60 കലാകാരന്മാർ പങ്കെടുത്ത് വേഷങ്ങൾ കഥകളി അവതരിപ്പിക്കുന്ന കേരള ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ്. അത് എല്ലാവരും, കാരണം ഞാൻ ആശാനെ നേരിട്ട് ഇന്നാണ് കാണുന്നത്, ഇതിൻ്റെ മുൻപ് കണ്ടത് അറിയില്ല. എന്തായാലും ഇങ്ങനൊരു പരിപാടിക്ക് 1 മാസം മുൻപ് ക്ഷണിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യവും എന്തായാലും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റപ്പാലത്തെ MLAയുടെ ചടങ്ങിന് പോലും പോവാതിരുന്നത്. എന്തായാലും ഇങ്ങനൊരു ദൃശ്യവിരുന്ന്, കാരണം ഗുരുദക്ഷിണ ഇത്രയധികം 60 കലാകാരന്മാരുടെ ഗുരുദക്ഷിണ ഒരുക്കിയതിന് ഇവിടുത്തെ സംഘാടക സമിതിയോട് എത്ര പറഞ്ഞാലും നന്ദി വാക്കുകളിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഥകളിനെ കുറിച്ചിട്ട് ഞാനൊരു LKG സ്റ്റുഡൻ്റാണ്, കഥകളി കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് 50 വയസ്സായ സുഹൃത്തിനോട് പറഞ്ഞു കഥകളി ഇനി പഠിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ എല്ലാ വയസ്സിലും, ചെറിയ കുട്ടിയായാലും ഏത് വയസ്സും ഇടതടവില്ലാതെ നമുക്ക് കഥകളി പഠിക്കുന്ന ഒരു കഥകളി സംവിധാനമാണ്. അത് പണ്ട് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ തന്നെ നെടുമ്പള്ളി മന അതിന് സാക്ഷ്യം വഹിച്ചു. കടമ്പഴിപ്പുറത്ത് താമസിക്കുകയും ജനിക്കുകയും ചെയ്ത ആശാൻ ശ്രീകൃഷ്ണപുരത്ത് അഭ്യസിക്കുകയും ശ്രീകൃഷ്ണത്തിൻ്റെ പെരുമ ഇത്രയധികം വളർത്തി വലുതാക്കുകയും ഒരുപാട് ശിഷ്യന്മാരിലൂടെ വളർത്തി വലുതാക്കുകയും ശ്രീകൃഷ്ണപുരം ഒരുപാട് കലാ സാംസ്കാരിക മാതൃകാ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ നേടിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഇതും വലിയൊരു പെരുമയായി ആഘോഷിക്കാനും ഇത് കേരള ചരിത്രത്തിൽ വലിയൊരു പ്രൗഢഗംഭീര ചടങ്ങായി മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കഥയിലൂടെ നമ്മൾ ഓരോ കഥകളും പല വേഷങ്ങളിലും എൻ്റെ വാർഡിൽ തന്നെ എൻ്റെ ഒരു കുട്ടി സുരേഷ് ഏറ്റവും നന്നായി കഥകളി അഭ്യസിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മുടെ പച്ചായി അമ്പലവും പെരുമാങ്ങോട് ക്ഷേത്രവും അമ്പലത്തിൽ ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു കഥകളി നമ്മുടെ ജനകീയമാക്കിയതിൽ നമ്മുടെ ആശാന്മാർക്കൊക്കെ പ്രത്യേകിച്ചും കുട്ടികൃഷ്ണ ആശാന് ഒരുപാട് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇതൊരു വലിയൊരു ചടങ്ങായും വലിയൊരു ദൃശ്യവിസ്മയം ഒരുക്കിയ, ഇത് എന്നും ഓർമ്മിക്കാവുന്ന ആശാൻ്റെ ഗുരുദക്ഷിണയായിട്ട് ഇത് മാറട്ടെ. ആശാൻ്റെ പെരുമയും അവരുടെ എല്ലാ ഐക്യങ്ങളും അവരുടെ ജീവിതത്തിലും ഒരുപാട് കുട്ടികളെ ഇനിയും പഠിപ്പിക്കാൻ കഴിയട്ടെ എന്ന ആശംസകൊണ്ടും കേരളത്തിനും പുറത്തും ഈ പെരുമ വ്യാപിച്ച് കിടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ചടങ്ങിനും സംഘാടകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി മാഡം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ എം സുകുമാരൻ സർ, വൈസ് പ്രസിഡന്റ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, കഥകളിയുമായി ബന്ധപ്പെട്ട് അറിയുന്നവരും അതിനെ സ്നേഹിക്കുന്നവരുമായ സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെയാണ്, കഥകളി കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് കാണാനൊരു രസമാണല്ലോ, ആകെ ഒരു ചന്താണ്. അപ്പോൾ അത് പോയി കാണും. ആ ഒരു വേഷം കാണാനൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി മിന്നി പറഞ്ഞ സാധനം, ഞങ്ങൾക്ക് ഈ വേഷം കെട്ടുമ്പോഴുള്ള മിന്ന് മാത്രമേ അറിയുള്ളൂ. എന്താണ് സംഭവം എന്നറിയില്ല. അതിപ്പോൾ അറിയും കൂടിയും ചെയ്യാം. കാരണം 60 വേഷങ്ങളൊക്കെ ഒന്നിച്ച് കാണുക പറയുമ്പോൾ നമ്മുടെ ചരിത്രത്തിലൊരാദ്യമാണ്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി ഇത് അറിഞ്ഞുകൊണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്, ഈ വേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് ഒരു വേദി ഒരുക്കി തന്ന, ആദ്യമായിട്ട് ആ വേദി ഒരുക്കിയ സംഘാടക സമിതിയോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങൾക്കും കൂടി എല്ലാവർക്കും ഒരു തലമുറയ്ക്ക് അറിയുന്നതിന് വേണ്ടി ഒരുക്കിയ ഈ വേദി വളരെ സന്തോഷമുണ്ട്. പിന്നെ അതിലൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികൃഷ്ണാശാനെ ഈ വർഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുകൊണ്ട് ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് പ്രത്യേകിച്ച് അതിനൊരു ആശംസ പറയാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത് അടുത്ത വർഷം ഈ മാസമാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കഴിയില്ല, അടുത്ത ആൾക്കാരല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു അവസരം കിട്ടിയതിൽ കുട്ടികൃഷ്ണാശാനോടും കൂടി പ്രത്യേകിച്ച് ഒരു നന്ദി പറയുകയാണ്. എന്തായാലും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർ, അടുത്തതായി ഈ വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി കുട്ടികൃഷ്ണാശാനെ ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലിരിക്കുന്ന എൻ്റെ ഗുരുക്കന്മാർ, ഗുരുതുല്യനായ അഷ്ടമൂർത്തി നമ്പൂതിരിയാവാറൻ, പിന്നെ നമ്മുടെ MLA പ്രേംകുമാർ, എല്ലാവർക്കും, പിന്നെ സദസ്സിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നല്ലൊരു നമസ്കാരം. എനിക്ക് ഇപ്പോഴാണ് ഇപ്പോൾ ഒരു ഷഷ്ടിപൂർത്തിയായി തോന്നുന്നത്, ഇന്നത്തെ ദിവസമാണ്. കാരണം വെച്ചാൽ എല്ലാവരും ഷഷ്ടിപൂർത്തി ഇപ്പോൾ ആകെ ഷഷ്ടിപൂർത്തിയായ പോലെ ഇപ്പോൾ ഇതുവരെ തോന്നിയിരുന്നില്ല. ഈ ദിവസം തോന്നിയില്ല, ഇപ്പം അത് തോന്നി. അതെങ്ങനെയും അതുകൊണ്ടാണല്ലോ, അല്ല ഇപ്പം നോള പറഞ്ഞതല്ല, സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലത് ഉൾക്കൊള്ളാൻ തോന്നിയത്. എൻ്റെ ഗുരുനാഥന്മാരും ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കതൊരു വളരെ സന്തോഷമുള്ള കാര്യം. അവർക്ക് ഇതൊന്നും പറഞ്ഞാലും എനിക്ക് അധികമൊന്നും ഞാൻ നീട്ടി പറഞ്ഞില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള എന്താ പറയണ്ട ഈ പരിപാടി കാണാനും വന്ന് ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അത് മാത്രമല്ല, ഇന്നിവിടെ ഈ അവതരിപ്പിക്കുന്ന ഈ പുറപ്പാട്, മെഗാ പുറപ്പാട് എന്നാണ് അതിന് പേരിട്ടുള്ളത്. 60 പേര് ഒന്നിച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ അടുത്ത കാലത്തായിട്ട് 2 മാസത്തോളം അതിനു വേണ്ടി നല്ലൊരു തന്നെ ആയിരുന്നു. എന്നാലും ഒരു വിധം എല്ലാവരും നന്നായി ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. നീ അത് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ആശാൻ. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ KM ജിതേഷ്, ട്രഷറർ നവരസം ട്രസ്റ്റ് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വൈകിയ വേളയാണ്, വേഷങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ ഈ ഔപചാരികമായ നന്ദി പറയലിന് ആരംഭിക്കുന്നു. ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനം, ആശാൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രാർത്ഥന ആലപിച്ചത് സാന്ദ്ര S. വാര്യരാണ്. സാന്ദ്രയ്ക്ക് നന്ദി പറയുന്നു. ഇതിൻ്റെ സ്വാഗതം ആശംസിച്ചത് നവരസത്തിൻ്റെ സെക്രട്ടറിയായ ജയശങ്കർ മാസ്റ്ററാണ്. മാഷ്ക്ക് നന്ദി. ഇതിലെ അംഗങ്ങൾ തന്നെയാണ്, എങ്കിലും ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ അധ്യക്ഷനായിട്ടുള്ളത്
ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി ഇവിടെ ഉണ്ടായിരുന്നത് ശ്രീ കൃഷ്ണപുരം കൃഷ്ണൻകുട്ടി മാഷാണ്. നാടിൻ്റെ അഭിമാനമായ കഥാകൃത്തായ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആസ്വാദകനായ കൃഷ്ണൻകുട്ടി മാഷ്ക്ക്, കഥകളി ആസ്വാദകനായ കൃഷ്ണൻകുട്ടി മാഷ്ക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ സ്ഥലത്തെ MLA ആയ പ്രേംകുമാർ സാറാണ്. സാറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തിത്വമായിട്ടുള്ള കുട്ടികൃഷ്ണാശാൻ്റെ കഥകളി ജീവിതത്തിന് തുടക്കം കുറിച്ച വ്യക്തിയായ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന് നന്ദി. ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ച കഥകളിയുടെ ഭാഷ ഒരുപാട് പറയാനുണ്ടെങ്കിലും കേൾക്കാൻ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷെ വൈകിയതായത് കൊണ്ട് രാജാനന്ദൻ സാർ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ കൂടാതെ ഇവിടെ കുട്ടികൃഷ്ണാശാൻ്റെ ഗുരുനാഥനായിട്ടുള്ള ബാലസുബ്രഹ്മണ്യാശാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അനുഗ്രഹ ഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ബാലസുബ്രഹ്മണ്യാശാന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ ആദ്യ ഗുരുനാഥനായ കലാനിലയം ബാലകൃഷ്ണാശാൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. ഇവിടെ നമ്മുടെ ഈ നവരസം ട്രസ്റ്റിൻ്റെ രക്ഷാധികാരിയായി ഉണ്ടായിരുന്നത് KC നാരായണൻ സാറാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ, സാഹിത്യകാരൻ, കഥകളി ആസ്വാദകൻ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈ നവരസം ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയ C രാജിക, ശ്രീശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് രാജികയ്ക്ക് നന്ദി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ ആയ സുകുമാരൻ അവർകൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന കാണികളായി സദസ്സാണ് ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ വേഷങ്ങൾ ഒരുക്കിയ അണിയറ കലാകാരന്മാർ ഒരുപാടുണ്ട്, കഥകളി കലാകാരന്മാർ ഒരുപാടുണ്ട്. അവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതിലൊക്കെ ഉപരിയായി ഈ ഒരു സമ്മേളനത്തിനും ഈ ഒരു പിറന്നാൾ ആഘോഷത്തിനുമായി ഈ സ്കൂളിൻ്റെ വേദി, സ്കൂളിലെ കലാഭവൻ ഹാളും ഈ ഗ്രൗണ്ടും ഒരുക്കി തന്ന സ്കൂൾ അധികൃതർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി സർ.